ലോകത്തിൽ സമാധാനം ക്രിസ്തുവിലുള്ളവർക്ക് മാത്രമാണ്, ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കല്ല. കർത്താവ് പറയുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനമുള്ളവർ ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. കാരണം ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. പക്ഷേ കർത്താവിലുള്ളവർക്ക് മാത്രമാണ് ആ കഷ്ടതയിലും സമാധാനമുണ്ടാവുക. കാരണം അവർ ലോകത്തിലല്ല, ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവുള്ള വള്ളത്തിലാണ് വെള്ളം കയറിയത്. ക്രിസ്തുവുള്ള വീട്ടിലാണ് വീഞ്ഞ് തീർന്നു പോയത്. പക്ഷേ മറക്കരുത്, ഇവിടെയെല്ലാം അവർ ജയിച്ചത് ക്രിസ്തു ഉള്ളതുകൊണ്ടാണ്. ആ വെള്ളം താണുപോയില്ല. ആ ഭവനം സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടില്ല. കാരണം സംഭവിച്ചത് ഈ ലോകത്തിലാണെങ്കിലും ക്രിസ്തു പറഞ്ഞിട്ടാണ് അവർ പോയത്. ക്രിസ്തുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർക്ക് കഷ്ടം വന്നുവെങ്കിലും അവർ ജയിച്ചു. കാരണം അവർ ക്രിസ്തുവിലാണ്. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനും ഉണ്ടാകില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ നിനക്ക് പേടിപ്പാനില്ല. ഈ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ അവൻ്റെ സമാധാനം നമുക്ക് തന്ന് നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ.